അമ്മാനുവേലിന് ആരാധന എന്ന ഈ വചന ശുശ്രൂഷ സാലോം ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചതായ വിഷയത്തെ ഇവിടെ വീണ്ടും തുടർന്ന ചിന്താ വിഷയമാക്കുവാനായിട്ട് ആഗ്രഹിക്കുക. നാം ചിന്തിച്ചത് സ്വർഗരാജ്യ പ്രവേശനം എന്നുള്ളതാണ്. സ്വർഗരാജ്യ പ്രവേശനത്തിന് രണ്ട് വ്യവസ്ഥകളെ നമ്മുടെ കർത്താവ് ആണയിട്ട് കൽപ്പിച്ചു. അതിലൊന്ന് പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ളതാകും. അത് നാം ചിന്തിച്ച് കഴിഞ്ഞതാണ്. രണ്ടാമത്തെ കാര്യം, കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന യഹൂദ പ്രമാണിയായിരുന്ന നിക്കോദീമോസിനോട് കർത്താവ് അരുളി ചെയ്തതായ വചനമാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനം നമുക്ക് വായിക്കാം. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നിക്കോദീമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. കർത്താവ് സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, പിതാവിൻ്റെ ഇഷ്ടം പുത്രനെ കണ്ടുകൊണ്ട് അവൻ വിശ്വസിക്കുകയും അവൻ കൽപ്പിച്ചിരിക്കുന്ന തിരുവചനങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നതാകുന്നു എന്ന് നാം ചിന്തിച്ചപ്പോൾ, അതിന് രണ്ടാമത്തെ തിരുവചനമായി നിക്കോദീമോസിനോട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വ്യവസ്ഥയെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഇന്ന് നാം ചിന്തിക്കും. എന്താണ് നിക്കോദീമോസിൻ്റെ ചോദ്യമെന്ന് ചോദിച്ചാൽ, അവൻ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അവൻ നിക്കോദീമോസ് യേശുവിനെ ദൈവത്തിൽ നിന്ന് വന്നവനായി ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവ് നിക്കോദീമോസിനോടായി പറഞ്ഞ വചനം അവന് മാത്രമായിട്ടുള്ള തിരുവചനമല്ല, തന്നെ വിശ്വസിക്കുന്ന സകല മക്കൾക്കും അവർ പാലിക്കേണ്ടതായ ഒരു കൽപ്പനയായി കർത്താവ് ഈ തിരുവചനം അരുളി ചെയ്തിരിക്കുക. ഇവിടെ പറയുന്നത് വീണ്ടും ജനിക്കുക അല്ലെങ്കിൽ പുതുതായി ജനിക്കുക. അങ്ങനെ വീണ്ടും പുതുതായി ജനിക്കാത്ത ഒരുവനും സ്വർഗരാജ്യം കാണുവാൻ പോലും സാധ്യമാകുകയില്ല. എന്താണ് ഈ പുതുജനനം, വീണ്ടും ജനനം എന്ന് നിക്കോദീമോസ് വളരെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവൻ തൻ്റെ സംശയം യേശുവിൻ്റെ അടുക്കൽ ഉന്നയിക്കുന്നു. പ്രായമായ ഒരു മനുഷ്യന് വീണ്ടും അവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച് ജനിക്കുവാനായിട്ട് സാധിക്കുമോ? കർത്താവ് വീണ്ടും 2 വട്ടം സത്യം ചെയ്യുകയാണ്. സത്യം സത്യം ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ. അതുകൊണ്ട് വീണ്ടും ജനനം എന്ന് കർത്താവ് പറയുന്നത് സ്വർഗരാജ്യ പ്രവേശനത്തിന് ആവശ്യമായ ഒരു തിരുവചന സത്യമാകയാൽ, ഇന്ന് എന്താണ് ഈ വീണ്ടും ജനനമെന്നും അത് എങ്ങനെ സംഭവിക്കുന്നുവെന്നും ചുരുക്കമായി നാം ധ്യാനിച്ച് പഠിക്കണം. സ്നേഹിക്കപ്പെട്ടവരെ, ശരീരത്തിൽ നിന്നുള്ളതായ ജനനം കഴിഞ്ഞ് മനുഷ്യൻ ആത്മാവിൽ ഒന്ന് വീണ്ടും ജനിക്കുവാൻ ആവശ്യമുണ്ട്. ആർക്കാണ് ജനനം ആവശ്യമുള്ളതെന്ന് ചോദിച്ചാൽ, മരിച്ച് കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് ജീവനിലേക്ക് വരുന്നതിനെ കർത്താവ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള എല്ലാവർക്കും ഒരു വീണ്ടും ജനനം ആവശ്യമുണ്ടോ എന്ന് പറയുന്നു. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണം സകല സൃഷ്ടിയിലും വ്യാപരിച്ചിരിക്കുന്നെന്ന പൗലോസിൻ്റെ വചനം നാം ശ്രദ്ധിക്കുമ്പോൾ, ഇവിടെ മരിച്ച മനുഷ്യന് ഒരു ഉയർപ്പ്, വീണ്ടും ജനനം എന്ന അർത്ഥത്തിൽ നാം കാണേണ്ടതായ ആവശ്യമുണ്ട്. അപ്പോൾ ഈ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക എന്ന വചനം, വെള്ളത്തിൽ ഒരു ജനനം പിന്നെ ആത്മാവിൽ മറ്റൊരു ജനനം എന്ന് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം മൂലഭാഷയിൽ നാം നോക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ 1
മെല്ലെ സ്പർശിച്ച് പറഞ്ഞതായ കാര്യം വീണ്ടും ഒന്ന് ഓർപ്പിക്കട്ടെ. വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനമല്ല, വെള്ളത്തിൽ ആത്മാവിനാൽ ആണ് വീണ്ടും ജനനം സംഭവിക്കേണ്ടത്. അതിൻ്റെ ഗ്രീക്ക് മൂലഭാഷയിൽ തർജ്ജമ ചെയ്താൽ, ശരിയായ അർത്ഥത്തിൽ തർജ്ജമ ചെയ്താൽ, ഈ തർജ്ജമയിലൂടെ വന്ന ഈ ആശയ പെശകിനെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. വെള്ളത്താലൊരു ജനനവും പരിശുദ്ധാത്മാവിനെ മറ്റു ജനനവും അങ്ങനെ ഇന്നില്ല. ഒരിക്കൽ മരണവും ഒരിക്കൽ ജനനവുമാണ്. ഒരിക്കൽ ജനനവും ഒരിക്കൽ മരണവുമാണ് മനുഷ്യന്. അതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലായിട്ട് ജനിച്ചു, അവൻ ഒരിക്കലായിട്ട് തന്നെ വീണ്ടും ജനിക്കും. ആകയാൽ വെള്ളത്തിൽ ആത്മാവിൻ്റെ ആവാസത്താൽ സംഭവിക്കുന്ന ഒന്നാണ് ഒരുവന്റെ വീണ്ടും ജനനം. സൃഷ്ടിയുടെ ആരംഭം നാം പഠിക്കുമ്പോൾ വചനസത്യമായി, പിതാക്കന്മാരുടെ പാരമ്പര്യമായി നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന, ഉൾക്കൊള്ളുവാൻ സാധിക്കേണ്ടതായ ഒരു മർമ്മം ഞാൻ വെളിപ്പെടുത്തട്ടെ. അതെന്തെന്നാൽ വെള്ളം സൃഷ്ടിയുടെ ഒരു മുഖാന്തരമാണ്. ഉൽപ്പത്തിയിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം വെള്ളത്തിന്മേലാണ് നടന്നത്. അവിടെ നിന്നാണ് ഓരോ ദിവസത്തെയും സൃഷ്ടിയുടെ ആരംഭം കുറിക്കുന്നത്. ആകയാൽ വെള്ളം വചനമനുസരിച്ചും തിരുസഭയുടെ പാരമ്പര്യമനുസരിച്ചും സൃഷ്ടിക്ക് ഒരു മുഖാന്തരമാണ്. ആദ്യ സൃഷ്ടിക്ക് വെള്ളവും ദൈവത്തിൻ്റെ ആത്മാവും മുഖാന്തരങ്ങളായി കണ്ടതുപോലെ പാപമരണത്തിൽ അകപ്പെട്ടുപോയ സൃഷ്ടിക്ക് ഒരു പുതുജനനം, ഒരു വീണ്ടും ജനനം ആവശ്യമാകുന്നുവെങ്കിൽ ആ വീണ്ടും ജനനവും അതിന് അടിസ്ഥാനമായിരിക്കുന്ന രണ്ട് മാധ്യമങ്ങൾ, മീഡിയ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ രണ്ട് മീഡിയം എന്ന് പറയുന്നത് ഒന്ന് വെള്ളവും ഒന്ന് ആത്മാവുമാണ്. ഈ ആത്മാവും വെള്ളവും ചേർന്നുള്ളതായ ഒരു പരിവർത്തന മുഖാന്തരമാണ്, അല്ലെങ്കിൽ വെള്ളത്തിന്മേലുള്ള ആത്മാവിൻ്റെ പരിവർത്തന മുഖാന്തരമാണ് ആദിമ സൃഷ്ടിക്ക് കാരണമായതെങ്കിൽ ഈ സൃഷ്ടിയിൽ മനുഷ്യൻ്റെ വീണ്ടും ജനനത്തിനും മുഖാന്തരമായി നിൽക്കുന്നത് ഈ വെള്ളവും ആത്മാവും തന്നെയാണ്. നമ്മുടെ കർത്താവ് ഈ ഭാഗത്ത് 4 പ്രാവശ്യമാണ് സത്യം ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ സത്യം ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നതായ ദൈവിക മർമ്മം വീണ്ടും ജനിക്കാത്ത ഒരുവനും സ്വർഗരാജ്യം കാണുവാനായിട്ട് സാധ്യമല്ല. സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, അനവധി ആളുകൾ ഞാൻ ഇത്രാം തീയതി ഇന്ന ദിവസം വീണ്ടും ജനിച്ചു എന്നൊക്കെയും ഏറ്റുപറയുന്നത് നാം സാധാരണ കേൾക്കുന്നതാണ്. പക്ഷേ വിശ്വാസികൾ സമൂഹത്തോട് ഞാൻ വളരെ താഴ്മയായി പറയുന്നു, വെള്ളത്തിൽ ആത്മാവിനാലുള്ള പരിവർത്തന മുഖാന്തരമാണോ നിങ്ങളൊക്കെയും നാമൊക്കെയും അനവധിയായി വിശ്വാസ സമൂഹത്തിൽ ജീവിക്കുന്ന ദൈവജനങ്ങൾ, സാക്ഷി പറയുന്ന ജനങ്ങൾ ഈ തിരുവചനം ആണയിട്ട് കർത്താവ് ഉറപ്പിച്ചതായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വചനപ്രകാരമാണോ വീണ്ടും ജനിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കണം. കാരണം ഇന്ന് വീണ്ടും ജനനത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായിരിക്കുന്നതായ പഠന രീതികൾ, അതങ്ങനെയുള്ളതായ പ്രസംഗങ്ങൾ, ധാരാളം പുസ്തകങ്ങളെല്ലാം നാം കാണുന്നു, വായിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കും. അവിടെയെല്ലാം പലരും അടിസ്ഥാനമാക്കി എടുക്കുന്നത് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ എഴുതിയ തൻ്റെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നിന്നുള്ളതായ വാക്യങ്ങളുടെ ബന്ധത്തിലാണ്. 1 പത്രോസ് 1:23 വായിക്കുന്നത്, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കട്ടെ. കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പം ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നത് വചനം വിശ്വസിക്കുന്നത് കൊണ്ടാണ് എന്ന് അനേകർ ഇന്ന് വിശ്വസിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ആ രീതിയിൽ സാക്ഷ്യങ്ങൾ പറയുകയും ചെയ്യും. ഇത് തിരുവചനത്തെ തെറ്റായി മനസ്സിലാക്കിയതുകൊണ്ടും തിരുവചനത്തെ മനുഷ്യൻ അവൻ്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ അവൻ്റെ സ്വാർത്ഥതയിൽ നിന്നുള്ളതായ ചില വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കുന്നത് കൊണ്ടും സംഭവിച്ചിരിക്കുന്നതായ ഒരു ആത്മീയ ദുരന്തമെന്നേ ഞാൻ അതിനെക്കുറിച്ച് കാണുന്നുള്ളൂ. എന്തെന്നാൽ ഇവിടെ ഈ വചനം
ഈ വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവിക സത്യമായി ഇവിടെ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ അനേകർ ഇന്ന് അതിനെ അവഗണിക്കുകയും അവരുടെ താല്പര്യമനുസരിച്ച് ഈ വചനത്തെ കൂട്ടിക്കളയുകയും ചെയ്യുകയാണ്. ഇവിടെ പറയുന്ന വചനത്തിന് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്ന ദൈവിക പ്രക്രിയയ്ക്ക് മുഖാന്തരമായി നിൽക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് എന്ന് വിശുദ്ധ പത്രോസ്ലീഹ സാക്ഷിക്കുന്നു. ഒന്ന്, കെടാത്ത ബീജം. രണ്ട്, എന്നേക്കും നിലനിൽക്കുന്ന ജീവനുള്ള വചനം. എ വേർഡ് ഫോർ എവർ എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. എന്നേക്കും നിലനിൽക്കുന്നതായ വചനം, ജീവനുള്ള വചനം. ഈ വചനത്താൽ, കെടാത്ത ബീജത്താൽ തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരുവന്റെ വിശ്വാസമല്ല. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അതൊരു വിശ്വാസമാണ് എന്ന വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വിനീതമായി ഞാൻ നിങ്ങളുടെ ബുദ്ധിയോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഈ വചനങ്ങളെ ധ്യാനിച്ച് പഠിച്ചപ്പോൾ കെടാത്ത ബീജം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് വചനസത്യമായി ബലഹീനായി എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. കന്യകയുടെ അടുക്കൽ ഗബ്രിയേൽ മാലാഖ ചെന്നിട്ട് അവളുടെ ഗർഭത്തെക്കുറിച്ച്, പ്രസവിക്കാൻ പോകുന്ന പർജയെക്കുറിച്ച് പറയുമ്പോൾ ആ ബാലിക ചോദിക്കുന്നു, പുരുഷനെ അറിയാത്ത ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും? അതെ, വളരെ ന്യായമായ ഒരു സംശയം. മാലാഖ അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ ആവസിക്കും. നിന്മേൽ ആവസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിലാണ് നീ ഗർഭം ധരിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഒരു വിശുദ്ധ പ്രജയായിരിക്കും. അപ്പോൾ അവിടെ ബീജമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവ് അവളിൽ നിഴലിടുകയും അവൾ ഇറങ്ങി വസിക്കുകയും അവളിൽ ആവശിക്കുകയും അവൾ സമ്പൂർണ്ണമായി ശുദ്ധീകരിക്കുകയും അവളിൽ നിന്ന് ശരീരമെടുക്കുവാൻ തക്കവണ്ണം അവളിലോട്ട് പ്രവേശിക്കുകയും ചെയ്യുന്നതിനെയാണ് നിഴലിടുക. അങ്ങനെ ദൈവാത്മാവ് ഇതാ ഒരു മാംസമായി കന്യകയിൽ നിന്ന് ശരീരമെടുക്കുവാൻ തക്കവണ്ണം അവളിലോട്ട് ഇറങ്ങി വസിക്കുമ്പോഴാണ് അവളെക്കുറിച്ച് പറയുന്നതായ ഗർഭധാരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് കെടാത്ത ബീജം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നിലനിൽക്കുന്ന, എന്നേക്കും നിലനിൽക്കുന്നതായ വചനം എന്ന് പറയുന്നത് യോഹന്നാൻ സാക്ഷിക്കുന്ന ആദിയിലുണ്ടായിരുന്ന വചനം തന്നെയാണ്. അത് ക്രിസ്തുവാണ് പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവാകുന്ന വചനവും പരിശുദ്ധാത്മാവാകുന്ന ബീജവുമാണ് ഒരുവനെ വീണ്ടും ജനിപ്പിക്കുന്നത്. അതായത് വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ സംഭവിക്കുന്ന ഒന്ന് വീണ്ടും ജനനം. അത് സ്നാനത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്, വിശ്വാസത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് വേദപുസ്തകം എവിടെയും പുതിയ നിയമത്തിൽ സാക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു തിരുവചനവുമില്ല. ഈ വചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചതുകൊണ്ട് അനേകർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും സത്യവിശ്വാസത്തെ ഇന്ന് അവിശ്വസിച്ചുകൊണ്ട് തങ്ങൾ വിശ്വാസികളാകുന്നു എന്ന ധാരണയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണ്. ആകെ കെടാത്ത ബീജം എന്നത് പരിശുദ്ധാത്മാവിനെയും ജീവനുള്ള എന്നേക്കും നിലനിൽക്കുന്ന വചനം യേശുക്രിസ്തുവിനെയുമാണ് കാണിക്കുന്നത്. എന്തെന്നാൽ വിശ്വാസം, വചനം എന്നെടുത്തിട്ട് ഈ വിശ്വാസത്തെക്കുറിച്ച് നാം ശക്തിയായി വചനത്തോട് ബന്ധത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ വിശ്വാസം എന്നേക്കും നിലനിൽക്കുന്നില്ല. പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ വചനം വിശ്വാസമല്ല എന്ന് വ്യക്തമായി പഠിക്കുവാൻ തക്കവണ്ണം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ഈ വിശ്വാസമാണ് വീണ്ടും ജനനത്തിന് കാരണമെന്നും ഈ നിലനിൽക്കുന്ന വചനമാണ്, അതാണ് നമ്മുടെ വിശ്വാസമെന്നും പഠിച്ചാൽ പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ വാക്യങ്ങൾ നമ്മോട് പറയുന്നത്, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അതിന് അന്ത്യമുള്ളതാണ്. സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നതും അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്നതുമായ രക്ഷയെക്കുറിച്ചാണ്
വിശുദ്ധനായ പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞ് തുടങ്ങുന്നത്. നാം അതിൻ്റെ 3 മുതലുള്ളതായ വാക്യങ്ങൾ ശ്രദ്ധയോടുകൂടെ നിങ്ങളൊന്ന് വായിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തുയേശുവിലുള്ളതായ രക്ഷയെ നാം പ്രാപിക്കുന്നത് വിശ്വാസത്തിൻ്റെ അന്ത്യമായിട്ടാണ് എന്ന് പത്രോസ്ലീഹ നമ്മോട് പറയുന്നു. 1 പത്രോസ് 1:8 മുതൽ 9 വരെ, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നാം യേശുവിനെ കണ്ടിട്ടില്ല, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതെ, നാം അവനെ കണ്ടിട്ടില്ല എങ്കിലും വിശ്വസിക്കുന്നു. മാത്രവുമല്ല, ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന മനുഷ്യൻ വിശ്വാസത്തിൻ്റെ അന്തമായി അറ്റ് ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത് യു വിൽ റിസീവ് ദ സാൽവേഷൻ. വിശ്വാസത്തിൻ്റെ അന്തമായി നാം ആത്മരക്ഷയെ പ്രാപിക്കുമെന്നാണ് വചനം. അപ്പോൾ വിശ്വാസത്തിന് ഒരു അന്തമുണ്ട്, അറ്റ് ദി എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത്. അതിന് ആസ് എ റിസൾട്ട് ഓഫ് യുവർ ഫെയ്ത്ത് എന്ന് നമുക്ക് അർത്ഥം കൊടുക്കാം. അങ്ങനെ അർത്ഥം കൊടുക്കുമ്പോഴും അറ്റ് ദി എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത് എന്ന ആ അർത്ഥത്തിലെടുത്താലും വിശ്വാസത്തിൻ്റെ അന്തമായി ആത്മരക്ഷ പ്രാപിക്കുമെന്ന വിശുദ്ധ പത്രോസിൻ്റെ സാക്ഷ്യം ഒന്നു തന്നെയാണെന്ന് ഗ്രഹിക്കാൻ സാധിക്കും. കാരണം ആസ് എ റിസൾട്ട് എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ അന്ത്യം അവിടെ സംഭവിക്കുന്നു. കാരണം ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം അവശേഷിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് നാം വിശ്വസിക്കുന്നു. നമുക്കൊരു പുനരുദ്ധാനം ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. ഇങ്ങനെ നാം വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം യേശുക്രിസ്തു രണ്ടാമത് വരികയും നാം പുനരുദ്ധാനം പ്രാപിക്കുകയും ചെയ്യുന്നത് വരെ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. കർത്താവ് രണ്ടാമത് വന്നതിന് ശേഷം വീണ്ടും വരുമെന്നൊരു വിശ്വാസം ആവശ്യമില്ല. നാം പുനരുദ്ധാനം പ്രാപിച്ചതിന് ശേഷം പുനരുദ്ധാനം പ്രാപിക്കുമെന്നൊരു വിശ്വാസം അവശേഷിക്കുന്നില്ല. ആസ് എ റിസൾട്ട് മീൻസ് അറ്റ് ദി എൻഡ് എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ വചനം നമ്മോട് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് എന്നേക്കും നിലനിൽക്കുന്നതല്ല. ഇറ്റ് വിൽ നോട്ട് അബൈഡ് ഫോർ എവർ. ആ വിശ്വസിച്ച കാര്യം പ്രാപിക്കുന്നത് വരെ മാത്രമേ വിശ്വാസത്തിന് നിലനിൽപ്പുള്ളൂ. അതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് വിശ്വസിച്ചത് പ്രാപിച്ചതാണ്, പിന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് പത്രോസ്ലീഹ ജീവനുള്ളതും എന്നേക്കും നിലനിൽക്കുന്നതുമായ വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനാൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. യേശു ക്രിസ്തു മുഖാന്തരം നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. യേശു ക്രിസ്തു മുഖാന്തരവും തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരവുമാണ് വീണ്ടും ജനനം നടക്കുന്നത്. അത് കർത്താവ് ആണയിട്ട് കൽപ്പിച്ച വചനപ്രകാരം വെള്ളത്തിൽ ആത്മാവിനാലുള്ള വീണ്ടും ജനനമാണ്. അതല്ലാതെ വെള്ളത്തിൽ ഒരു സാക്ഷീകരണം നടന്നതിന് ശേഷം കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചൊരു അഭിഷേകം പ്രാപിക്കുന്ന രീതിയിലുള്ളതായ ഒരു വീണ്ടും ജനനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് വചനസത്യമല്ല. സൃഷ്ടിക്ക് മുഖാന്തരമായ സൃഷ്ടിയുടെ മുഖാന്തരമായി നിൽക്കുന്നത് വെള്ളവും ആത്മാവുമാകുന്നത് പോലെ വീണ്ടും ജനനത്തിനും മുഖാന്തരമായി നിൽക്കുന്നത് ആത്മാവും വെള്ളവും തന്നെയാണ്. ഇതാണ് ദൈവികമായ സത്യം. നാം തീത്തോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നത് സ്നാനമാണ് വീണ്ടും ജനനം. സ്നാനത്തെക്കുറിച്ച് തീത്തോസ് 3:5 നാം വായിക്കുന്ന വചനം, all our sins, not merely some, are washed away. Washing refers to the water of baptism, which is a sign of salvation. ലൈഫ് ആപ്ലിക്കേഷൻ സ്റ്റഡി ബൈബിൾ NIV വേർഷനിൽ അതിൻ്റെ പേജ് 2211 നമ്മോട് പറയുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പത്. തീത്തോസ് 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ കമൻട്രിയാണ് അവിടെ പറയുന്ന all our sins, not merely some, are washed away എന്ന് പറഞ്ഞിട്ട് വാഷിംഗ് refers to the water of baptism, which is a sign of salvation. തീത്തോസ് 3:6 നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന്
പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ഇപ്പം നമ്മുടെ വിശുദ്ധീകരണം, നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ ശുദ്ധീകരണം, നമ്മുടെ വീണ്ടും ജനനം ഇതെല്ലാം എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പുനർജനന സ്നാനം. NIV-യിൽ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് വാഷിംഗ് ഓഫ് റീജനറേഷൻ, വാഷിംഗ് ഓഫ് റീബർത്ത്. ഇങ്ങനെ വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്നും വാഷിംഗ് ഓഫ് റീബർത്ത് എന്നും എഴുതിയിരിക്കുന്ന ഈ വാഷിംഗ് എന്ന പ്രയോഗം NIV കമൻട്രിയിൽ നാം നോക്കുമ്പോൾ അവിടെ പറയുന്നു, വാഷിംഗ് റെഫേഴ്സ് ടു ദി വാട്ടർ ഓഫ് ബാപ്റ്റിസം വിച്ച് ഈസ് എ സൈൻ ഓഫ് സാൽവേഷൻ. ഇപ്പോൾ പുനർജനന സ്നാനം എന്ന് പറയുന്നത് വെള്ളത്തിലുള്ളതായ കഴുകലാണ്, അത് വീണ്ടും ജനനമാണ്. ഇതിനെ വിശ്വസിപ്പാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് തലകളെ വണക്കാം.